അങ്ങനെ അറിയില്ല. ഗിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, പണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് അതിന് പലിശ പോലും തരാൻ പറ്റാതെ ഗിരിയുടെ കുറെ തല്ലു വാങ്ങിയ ആളാ അയാള്. 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ പണ്ട് കാശ് കൊടുത്ത് സഹായിച്ച ഡാഡിയെ അയാൾക്ക് ഭയങ്കര പുച്ഛമായി. ഡാഡിയെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ നുണക്കഥകൾ അടിച്ചിറക്കി. അത് ഡാഡി അറിഞ്ഞപ്പോ ഡാഡി അയാളെ പിടിച്ച് 2 തല്ലു കൊടുത്തു. അതിന്റെ ഒരു ദേഷ്യം അയാൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുണ്ട്. അതുകൊണ്ട് ഓൾ അയാൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. ശരി, ഞാനൊന്ന് കുളിക്കട്ടെ, വല്ലാതെ വിയർത്തിരിക്കുക. ശരി സഞ്ജുവേട്ടാ. ആ പീതാംബരനാള് നിസ്സാരക്കാരനല്ലല്ലോ. സഞ്ജുവേട്ടനും അയാളെ പേടിയ. എന്തായാലും പീതാംബരന്റെ കഥ അറിയാതെ പറ്റില്ല. പെട്ടെന്ന് നോക്കുമോളെ. നോക്കിക്കൊണ്ടിരിക്കുക അച്ഛാ. വില കൂടിയത് നോക്കണ്ട കേട്ടോ. മഹിമ മോളോ? മോളോ? ആരാടോ തന്റെ മോള്? മോക്കെന്നോട് നല്ല ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം. മോളുടെ അച്ഛനോട് ഞാൻ ചെയ്തതിന് മാപ്പില്ല. പക്ഷേ എന്റെ സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. താൻ ഇങ്ങനെയുള്ള ഓരോ ന്യായങ്ങൾ പറഞ്ഞാ ഞാൻ തന്നോട് ക്ഷമിക്കുമെന്ന് കരുതിയോ? താൻ എന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടു നിന്നവനാ. തന്നെ ഞാൻ വെറുതെ വിടില്ല. മഹിമേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛനോട് ദേഷ്യം കാണിച്ചിട്ട്